കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ നമുക്ക് ഒരുമിച്ച് ഒരു വേദഭാഗം നമുക്ക് ധ്യാനിക്കാം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 29-ാമത്തെ അധ്യായം 11-ാമത്തെ തിരുവചനം. അവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കായത്രേ നിരൂപണങ്ങളെന്ന് യഹോവയുടെ അരുളപ്പാട്. പ്രിയമുള്ളവരെ, ഇവിടെ ഇന്ന് രാവിലെ നമ്മൾ വായിച്ചു കേട്ട വേദഭാഗത്തിൽ കർത്താവിന് നമ്മളെക്കുറിച്ച് ഒരു നിരൂപണങ്ങളുണ്ട്. നമുക്ക് തന്നെ നമ്മളെക്കുറിച്ച് ചില ചിന്തകളുണ്ട്, ചില ആഗ്രഹങ്ങളുണ്ട്, ചില പ്ലാനുകളൊക്കെ നമ്മളെക്കുറിച്ച് നമുക്കുണ്ട്. പ്രിയമുള്ളവർ, നമ്മുടെ പ്ലാനുകളൊക്കെ നമ്മുടെ നല്ല ഭാവിക്ക് വേണ്ടി നമ്മൾ കരുതുന്നുണ്ടെങ്കിലും നമ്മുടെ നല്ല ഭാവിയല്ല പലപ്പോഴും സംഭവിക്കുന്നത്. നമ്മൾ കരുതുന്നതിന് വിരോധമായി പലപ്പോഴും സംഭവിക്കാറുണ്ട്. എന്നാൽ ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറയട്ടെ പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ നല്ല ഭാവിക്ക് വേണ്ടി കരുതുന്ന, ചിന്തിക്കുന്ന, നിരൂപിക്കുന്ന ഒരു നല്ല കർത്താവ് നമുക്കുണ്ട് എന്നുള്ളത് ഇന്ന് രാവിലെ നമുക്ക് വലിയ ആശ്വാസമാണ്. നമുക്ക് വേണ്ടി കരുതുന്നത് സാധാരണ ഒരു മനുഷ്യനല്ല, ഒരു സാധാരണ മനുഷ്യനല്ല നമുക്ക് വേണ്ടി കരുതുന്നത്. പകരം സർവശക്തനായ ദൈവം, എല്ലാം സൃഷ്ടിച്ച കർത്താവ്, ഒരു വാക്കുകൊണ്ട് സകലത്തെ സൃഷ്ടിക്കാൻ കഴിയുന്ന കർത്താവിന് നമ്മളെക്കുറിച്ച് ഒരു നിരൂപണങ്ങളുണ്ട്, നമ്മളെക്കുറിച്ച് ഒരു ചിന്തയുണ്ട്. പ്രിയമുള്ളവർ, നമ്മളെക്കുറിച്ച് നമ്മുടെ മാതാപിതാക്കൾ ചിന്തിക്കാത്തതുപോലെ, നമ്മുടെ പ്രിയപ്പെട്ടവർ കരുതാത്തതുപോലെ, നമ്മുടെ നേതാക്കന്മാർ കരുതാത്തതുപോലെ നമുക്ക് വേണ്ടി ഏറ്റവും നല്ലത് കരുതുന്ന, ഏറ്റവും നല്ലതായി ചിന്തിക്കുന്ന ഒരു കർത്താവ് നമുക്കുണ്ട് എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാണ്, നന്മയാണ് എന്നിന്ന് രാവിലെ ഞാൻ ഓർപ്പിക്കട്ടെ. ആ കർത്താവ് പറയാണ്, കർത്താവിൻ്റെ കരുതലുകൾ, കർത്താവിന് നമ്മളെക്കുറിച്ചുള്ള ചിന്തകൾ, അത് നമ്മുടെ തിന്മയ്ക്കായിട്ടുള്ളതല്ല, നമ്മുടെ നന്മയ്ക്കായി മാത്രം കരുതുന്ന ഒരു നല്ല കർത്താവ്. പ്രിയമുള്ളവരെ, അങ്ങനെയാണെങ്കിൽ ആ യേശു കർത്താവിൽ നമുക്കൊന്ന് വിശ്വസിക്കാം. നമുക്ക് വേണ്ടി നല്ലത് കരുതുന്ന, നമുക്ക് വേണ്ടി ചിന്തിക്കുന്ന, നമുക്ക് വേണ്ടി ഒരാൾ ചിന്തിക്കുന്നുണ്ട് എന്ന് കേൾക്കുന്നത് നമുക്ക് ഭയങ്കര അനുഗ്രഹമല്ലേ, ഒരു സന്തോഷമല്ലേ പ്രിയമുള്ളവരെ? അത് ദൈവമാണെന്നറിയുമ്പോൾ, അത് നമുക്ക് വേണ്ടി കരുതുന്ന കർത്താവ് ശക്തനാണെന്ന് അറിയുമ്പോൾ അതെത്ര മനോഹരമാണ്. ഞാൻ നിങ്ങൾ പറയാം, നിങ്ങൾ ആരായിരുന്നാലും, ചിലപ്പോൾ നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കാത്ത ഒരാളാണെങ്കിൽ പോലും ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ ശുഭഭാവിക്ക് വേണ്ടി, നിങ്ങളുടെ ഒരു നല്ല ഭാവിക്ക് വേണ്ടി കരുതുന്ന, ചിന്തിക്കുന്ന, നിരൂപിക്കുന്ന ഒരു കർത്താവുണ്ട്. ആ യേശു ഇന്ന് രാവിലെ നിങ്ങളെ സ്നേഹിക്കുന്നു. ഇന്ന് രാവിലെ നിങ്ങളുടെ ജീവിതം, ഇന്ന് നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ അത് കർത്താവിൻ്റെ നിരൂപണമാണെങ്കിൽ അത് ഏറ്റവും സക്സസ് ആയിത്തീരും. അതുകൊണ്ട് രാവിലെ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ ഇന്നത്തെ ജീവിതം കർത്താവിൻ്റെ നിരൂപണ പ്രകാരമായി തീരണമേ, കർത്താവ് ചിന്തിക്കുന്ന പോലെ ആയിത്തീരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതം അനുഗ്രഹമായിത്തീരും. പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, ഞങ്ങളുടെ പ്രിയ പിതാവേ, ഈ നല്ല രാവിലെ സമയത്തിനായി സ്തോത്രം. കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി കരുതുന്നത്, അങ്ങ് ഞങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ഞങ്ങളുടെ നല്ല ഭാവിയാണല്ലോ. ഞങ്ങളുടെ നല്ല ഭാവിക്ക് വേണ്ടി കരുതുന്ന, ചിന്തിക്കുന്ന ആ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ ആവശ്യങ്ങളെ ഏൽപ്പിക്കുന്നു. ഞങ്ങളെ ഏറ്റവും നന്നായി നടത്താൻ കഴിവുള്ള കർത്താവേ, ഇന്നത്തെ ഞങ്ങളുടെ ജീവിതം, ഇന്നത്തെ ഞങ്ങളുടെ പകല് ഏറ്റവും അനുഗ്രഹിക്കപ്പെടട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയമുള്ളവരെ, കർത്താവ് നമുക്ക് വേണ്ടി കരുതുന്നു, കർത്താവ് നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നു. ആ കർത്താവിൻ്റെ ചിന്തയിൽ ജീവിക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ.